ദ വ്യൂവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യൂവിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് പാമ്പ് സംരക്ഷകയായിട്ടുള്ള ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നിയാണ്. റോഷ്നിയെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും കാണുകയാണ് വാർത്തകൾ. എല്ലാ ദിവസവും പാമ്പ് പുറത്തിറങ്ങുന്നു, ഒരുപാട് പേരെ കടിക്കുന്നു, കുഞ്ഞുങ്ങളടക്കം മരിക്കുന്നു. ആ ഒരു സിറ്റുവേഷൻ ഈ ചൂട് കൂടിയതാണോ ഇത് ഇറങ്ങാനുള്ള പ്രധാന കാരണം? ഒരു രക്ഷയില്ല. എനിക്കൊന്ന് 19 അവസാനമാണ് ഞാൻ ലൈസൻസ് എടുക്കുന്നത്. അപ്പോൾ 5 വർഷത്തിൽ കൂടുതലായി. പക്ഷേ ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ളൊരു സംഭവം ശരിക്കും ഉണ്ടാകുന്നത്. കാരണം എല്ലാ ദിവസവും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അതിനും കാരണമുണ്ട്. കാലാവസ്ഥയുടെ മാറ്റം ഒരു വലിയൊരു ഫാക്ടറാണ്. ചൂടെന്ന് പറയുന്നത് ഇപ്പോൾ മനുഷ്യർക്ക് പോലും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അത്രയും ചൂടാണ്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ ശീതരക്തമുള്ള ജീവികളാണ്, നമ്മളെല്ലാം ഉഷ്ണരക്തമുള്ളവരാണ്. അപ്പോൾ അവർക്കത് മീൻസ് നമുക്ക് ഒരു താപനിലയും ചൂടും തണുപ്പും നമുക്ക് എന്തുവാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പക്ഷേ അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ചൂട് കൂടുന്നതിനനുസരിച്ച് ഇവർ മാളങ്ങൾ വിട്ട് പുറത്ത് ഇറങ്ങുന്നുണ്ട്, തണുപ്പ് തേടി. അത്യാവശ്യം കുറച്ച് തണുപ്പ് വേണം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള തണുപ്പത്തും ഇരിക്കുന്ന ജീവികളല്ല പാമ്പ്. ശീതരക്തമുള്ളവരാണെങ്കിലും കൊടും തണുപ്പിലിരിക്കുന്നവരല്ലല്ലോ. അപ്പോൾ അവർക്ക് അതും ആ ഒരു താപനില അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തണുപ്പ് തേടി വരുന്നത് വീടിനുള്ളിലാണ് കൂടുതലും ഇപ്പോൾ വരുന്നത്. അതായത് ഇപ്പോൾ നമുക്കിപ്പം നമ്മുടെ ശരീരത്തിന് ഈ പറഞ്ഞതുപോലെ വിയർപ്പ് വഴിയും അങ്ങനെയൊക്കെ ആഹാരം വഴിയൊക്കെ ഇത് പുറത്ത് കളയാൻ കഴിയും. പക്ഷേ ഇതിന് അങ്ങനെയല്ല. ആഹാരമൊക്കെ മാസത്തിലൊരിക്കലോ ഒക്കെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെയാണ് പ്രധാന. ഈ ഇത്രയും കടുത്ത ചൂടാകുമ്പോൾ അതിൻ്റെ ശരീരോഷ്മാവ് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നത് അല്ലേ? അതെ അതെ, അങ്ങനെയാണ്. കാരണം ഇവർക്ക് കുറച്ച് വെള്ളം കിട്ടുന്നത് ഇവരുടെ ഫുഡിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം കിട്ടുന്നുണ്ട്. ഇപ്പോൾ മൃഗങ്ങളെ ഭക്ഷിക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ സ്വെറ്റായിട്ട് അങ്ങനെ ശൽക്കങ്ങൾ വഴി അങ്ങനെ പുറത്തു പോകുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് കുറച്ച് തണുത്ത സ്ഥലങ്ങൾ അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ അത്യാവശ്യമാണത്. ബുദ്ധിയില്ലാത്ത അവർക്കറിയില്ല അത് വീടാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്നുള്ളത് അവർക്കറിയില്ല. പക്ഷേ നമ്മൾ മനുഷ്യർ അതിനനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഇപ്പോൾ കുറച്ച് എനിക്ക് തോന്നുന്നു 2 ആഴ്ചയിൽ കൂടുതലായി നമ്മൾ ഈ കാര്യം വനംവകുപ്പ് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പാമ്പിൽ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ അവിടെ മരിച്ച കുഞ്ഞിൻ്റെ വീട്ടിൽ നിരന്തരം പാമ്പ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒരു ഈ വർധനവ് കൂടി ഇപ്പോൾ ഈ മുട്ടയിടുന്നതൊക്കെ ഈ സമയത്ത് തന്നെയാണോ? അതും നമ്മൾ സാധാരണ മുട്ട വിരിയുന്ന സമയം മേറ്റിംഗ് സീസൺ തൊട്ട് നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാരണം മേറ്റിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ നവംബറാണ്. ആദ്യം ആണലിയുടേതാണ് ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്ന് പറയുന്നത് പാമ്പുകളുടെ പ്രജനനകാലമാണ്, മേറ്റിംഗ് സീസണാണ്. അപ്പോൾ ഈ സമയത്തും നമ്മൾ ജാഗ്രത കൊടുക്കുന്നുണ്ട്. കാരണം ഇവർ ഈ സമയത്ത് അവർ പുറത്തിറങ്ങും. ഈ ചൂട് സമയം, മേറ്റിംഗ് സീസൺ, പിന്നെ ഫുഡ് അന്വേഷിച്ച്, ഈ ഒരു 2-3 കാര്യങ്ങൾക്ക് മാത്രമേ ഇവർ മാളങ്ങളിൽ നിന്ന് പുറത്ത് വരാറുള്ളൂ. അപ്പോൾ ഈ മേറ്റിംഗ് സീസണിൽ പാമ്പുകൾ പുറത്തിറങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ മനുഷ്യരുടെ കണ്ണിൽ പെട്ടാലും അവരകന്ന് പോവാറില്ല. കാരണം മെയിൽ ഫീമെയിലിനെ അന്വേഷിച്ചും ഫീമെയിൽ മെയിലിനെ അന്വേഷിച്ചും വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾ മനുഷ്യർ അതിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻസ് ഉണ്ടെങ്കിലും അവരെന്ത് ചെയ്യില്ല, പോവില്ല, പുറത്ത് കാണും. അപ്പോൾ അതൊരു ബൈറ്റൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ആ സമയം മുതലേ നമ്മൾ ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ മുട്ടയിടുന്ന സമയം, അത് കഴിഞ്ഞ് മെയ് ജൂണാണ് ഈ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങുന്ന സമയം. അതായത് കറക്റ്റ് ഈ സമയമാണ്. അപ്പോൾ ഇപ്പോൾ ചൂട് കൂടുതലായി പാമ്പുകളും പുറത്ത് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയപ്പോൾ ഇതൊരു വലിയൊരു പ്രതിസന്ധിയിലായിട്ട് വന്നിരിക്കുകയാണ്. പാമ്പിനെ കുറിച്ച് പറയുന്നത് ഇപ്പോൾ ഈ കുഞ്ഞായിട്ടുള്ള പാമ്പാണെങ്കിലും ഇതേ വിഷം തന്നെ ഉണ്ടാവും. അതെ അതെ അതെ, ഉറപ്പായിട്ടും. കാരണം അതിൻ്റെ ഒരു ഇത് വേണം, എമൗണ്ട് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരിക്കും. വലിയ പാമ്പിനുള്ളതിൻ്റെ അത്രയും എമൗണ്ട് ഓഫ് വെനം കുഞ്ഞു പാമ്പിന് ഉണ്ടാവണമെന്നില്ല. പക്ഷേ അതിൻ്റെ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കൂടുതലാണ്. അപ്പോൾ അത് വീര്യം എന്ന് പറയുന്നത് വലിയ പാമ്പിനുള്ളതിനേക്കാൾ കൂടുതലാണ് കുഞ്ഞു പാമ്പിൻ്റെ അതെ അതെ വെനം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മൾ ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കുഞ്ഞല്ലേ, അതിനെ ഒരു ചന്തം കാണുമ്പോഴൊക്കെ കുപ്പിയിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രവൃത്തികൾ കുഞ്ഞാണെങ്കിലും മുട്ട വിരിഞ്ഞ് ഇറങ്ങുന്ന പാമ്പിനും ആ സെക്കൻഡ് സമയത്ത് പോലും അതിന് വെനമുണ്ട്. അപ്പോൾ അത് ആ ബൈറ്റ് നമുക്ക് പ്രശ്നമാണ്. അത് കാണാൻ പോലും ചിലപ്പോൾ പറ്റിയെന്നില്ല, രാത്രിയൊക്കെയാണ്. ഉറപ്പായിട്ടും അപകടമാണ്. അപ്പോൾ ഇപ്പം റോഷിനി ഇപ്പോൾ ഇതിലേക്ക് ഈ ഒരു പാമ്പ് പിടുത്തത്തിലേക്ക് ഒരു ആകർഷണീയത തോന്നാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? വെറുതെ എന്താണ് ഒരു നിയോഗം പോലെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. വനംവകുപ്പിൽ വരുന്നത് 2017-ലാണ്. 19 അവസാനമാണ് ലൈസൻസ് സർക്കാർ വനംവകുപ്പ് കൂടി ചേർന്നിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ വെറുതെ ഒന്ന് ചെയ്ത് നോക്കിയാലോ എന്ന് തോന്നി. അങ്ങനെയാണ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് അങ്ങനെയല്ല, മീൻസ് നമ്മുടെ ഒരു രീതി ഇതുവരെ ചെയ്തു വന്നിരുന്ന അതിൽ നിന്ന് വ്യത്യസ്തമായി ശാസ്ത്രീയമായ രീതിയിൽ എങ്ങനെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യാം എന്നുള്ളൊരു രീതി. ഒരു ബാഗ്, ഒരു ഹുക്ക്, ഒരു ചെറിയൊരു PVC പൈപ്പ്, ഇത് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമ്മൾ വേറെ മറ്റ് ഇതൊന്നും കാണിക്കാതെ അപകടമില്ലാത്ത രീതിയിൽ പാമ്പുകളെ റെസ്ക്യൂ ചെയ്ത് മാറ്റുക എന്നുള്ളത്, അതും പാമ്പ് കടിയേറ്റുള്ള മരണം കുറയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ അങ്ങനെ ഒരു ഇത് തോന്നി ചെയ്തതാണ്. പക്ഷേ ചെയ്തു തുടങ്ങിയപ്പോൾ എന്തോ അതിനോടൊരു പ്രത്യേക ഇഷ്ടം തോന്നി. പിന്നെ നിരന്തരം ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ റീൽസൊക്കെ കാണുമ്പോൾ നമുക്ക് അത് കൃത്യമായി ഇപ്പം മറ്റൊരു പാമ്പ് പിടുത്തക്കാരെ പോലെ അല്ല, ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം നമ്മുടെ ജീവനം എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമുക്കിപ്പോൾ മീൻസ് ഈ പാമ്പിനെ അറിഞ്ഞുകൂടാ, അതിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് നമ്മളതിനെ രക്ഷപ്പെടുത്തുകയാണ് എന്നുള്ളൊരു ധാരണ പാമ്പിനില്ല. അതൊരു വന്യജീവിയാണ്. അപ്പോൾ ഏത് നിമിഷവും അത് ഏത് രീതിയിലും അത് പ്രതികരിക്കാം. അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമുക്കും കുടുംബവും ഇതെല്ലാം ഉള്ളതാണ്. പക്ഷേ നമ്മളൊരു വീട്ടിലൊരു പാമ്പിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം ഒരു എന്താണ്, ഒരു വനംവകുപ്പിലെ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ എനിക്ക് പാമ്പിൻ്റെ ജീവൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ജീവനും നമുക്ക് അത്രയും ഇതാണ്. അപ്പോൾ അതും കൂടി രക്ഷപ്പെടണം എന്നുള്ളൊരു ഇതിനാണ് നമ്മൾ ഈ രാത്രിയായാലും പകലായാലും വിളിച്ചുടനെ ഓടിപ്പോകുന്നത്. നമുക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളത് പോകുന്നത്. അപ്പോൾ ആ ഒരു സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കടിയേറ്റിട്ടുണ്ടോ പാമ്പിൻ്റെ? ഇതുവരെ കിട്ടിയിട്ടില്ല. അത് മാത്രമല്ല, ഈ പാമ്പുകളെ നമ്മൾ ഈ പാമ്പ് കടി ഏറ്റാൽ എന്താണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത്? അതെ, നമ്മൾ സ്നേക്ക് ബൈറ്റ് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രമേ ആദ്യം പറയാനുള്ളത്. ശരിക്കും ഉണ്ടായാൽ, ഇൻ കേസ് നമുക്കുണ്ടായാലോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഉണ്ടാവുന്നത് കണ്ടാലോ, നമുക്ക് ശരിക്കും ഈ പാമ്പ് കടിയിൽ ഫസ്റ്റ് എയ്ഡ് ഇല്ല. നമുക്ക് പണ്ട് മുതലേ കുറച്ച് കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞ് കേട്ട് അതങ്ങനെ ആക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ചെയ്യരുതെന്ന് പറഞ്ഞാലും പെട്ടെന്ന് വരാം. അത് ഈവൻ ഞാനിത് പറയാൻ കാരണം, ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു അമ്മയ്ക്ക് സ്നേക്ക് ബൈറ്റ് ഉണ്ടായതിൽ മകളിരുന്ന് പറയുന്നത്, ഞാൻ ഏതൊരു വീഡിയോയിൽ ഇൻസ്റ്റാഗ്രാമിലോട്ട് പെട്ടെന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കേട്ടതാണ്. പിന്നെ അമ്മ ഇങ്ങനെ പെട്ടെന്ന് ബൈറ്റ് ഉണ്ടായി പുറത്തിറങ്ങിയപ്പോൾ അകത്ത് കയറി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകി, ഇതാണ് പറയുന്നത്. അപ്പം നമ്മളിത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സോപ്പും വെള്ളവും ഒന്നും ഒഴിച്ച് കഴുകണ്ട, കെട്ടി വെക്കരുത്, സക്ക് ചെയ്ത് എടുക്കരുത്, അതിനെ ബ്ലേഡ് വെച്ച് കീറി വാർത്ത് കളയരുത്, ഇതൊന്നും ചെയ്യരുത്. നമുക്കതിനൊരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള ഒരു അസുഖമോ ഒരു രോഗമോ ഒന്നും അല്ല ഈ സ്നേക്ക് ബൈറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ എത്രയും വേഗം അതിന് ആന്റിവെനം കൊടുക്കുക എന്ന് മാത്രമേ നമുക്കവിടെ രക്ഷയുള്ളൂ. അതെ, വെനത്തിന് എതിരായിട്ട് ആന്റിവെനം ചെയ്യുക, അത് മാത്രമാണ്. അതെ, നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം റിലാക്സ് ചെയ്യിപ്പിക്കണം. ആളിനെ നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കരുത്. ഇത് എല്ലാവരും കൂടെ കൂടി വന്ന് അണലിയാണ്, പ്രശ്നമാണ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ടെൻഷനായി. അതെ, കാരണം നമുക്ക് ചേര അടിച്ചിട്ട് അറ്റാക്ക് വന്ന കേസ് നമുക്കുണ്ട്. അതെ, അപ്പോൾ അത് ഹാർട്ട് ബീറ്റ് കൂടി നമുക്ക് അറ്റാക്കൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ പ്രഷർ കൊടുക്കരുത്, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, ആളെ സമാധാനപ്പെടുത്തുക. കുഴപ്പമില്ല, നമുക്ക് ആന്റിവെനം ചെയ്യാം എന്ന് പറഞ്ഞാൽ മതിയല്ലോ, ആളിന് സമാധാനമാവുമല്ലോ. അപ്പോൾ അത്തരത്തിൽ കിടത്തിക്കൊണ്ടുപോകാമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇരുത്തിയായാലും പ്രശ്നമില്ല. ഒന്ന് അധികം നടത്തിക്കുകയൊന്നും ചെയ്യണം. കാരണം നമ്മുടെ ഈ എന്താണ്, ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് അല്ലെങ്കിൽ നടന്ന് കുറേ ദൂരം പോകും, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കൂടുക. അത് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു, ഓക്സിജൻ ലെവൽ കൂടുന്നു. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ വെനം എന്ത് ചെയ്യും, അതിനൊപ്പം നമ്മുടെ പല സ്ഥലത്തേക്ക് എത്തിപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അധികം നടത്തരുത്, ഫുഡ് കൊടുക്കരുത്, ഒന്ന് റെസ്റ്റ് ചെയ്യിപ്പിച്ച് ആളെ എത്രയും പെട്ടെന്ന് ആന്റിവെനം കിട്ടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കണം. ഇപ്പം 108 ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ അവർ ആന്റിവെനമുള്ള ഹോസ്പിറ്റലിൽ വളരെ ഫാസ്റ്റായിട്ട് കൊണ്ട് എത്തിക്കുന്നുണ്ട്. അതെ. അപ്പോൾ ഇനിയിപ്പം ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെയുള്ള ഈ തെറ്റായ ഒരുപാട് ധാരണകൾ നമ്മൾ സമൂഹത്തിലുണ്ട്. അത് മാത്രമല്ല യൂട്യൂബ് വീഡിയോസിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള പല ഇതും, നമ്മൾ വിശ്വസനീയമായ വിധത്തിലുള്ള പല ഇതും പറയുന്നുണ്ട്. അതൊന്നും യാഥാർത്ഥ്യമല്ല അല്ലേ? ഉറപ്പായിട്ടും. എന്തുവാണ് മീൻസ് ഉദ്ദേശം ഈ പാമ്പ് വരാതിരിക്കാനുള്ള മണ്ണെണ്ണ പോലെയുള്ള കാര്യങ്ങൾ. അതെ, അത് ഞാനിപ്പോൾ കുറേ ഇന്റർവ്യൂ ചെയ്തപ്പോഴാണ് വേറെ പുതിയ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പാൽക്കായം, അരിത എന്ന് പറയുന്ന ചെടി, വെളുത്തുള്ളി, മണ്ണെണ്ണ, ഡീസല്, പെട്രോള്, പിന്നെന്തോ വിക്സ് തേച്ച് വയ്ക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാമ്പിന് മൂക്കുള്ളത് ശ്വസിക്കാനാണ്, ഗന്ധമെടുക്കാനല്ല. അവർക്ക് അങ്ങനെ ഗന്ധം പ്രത്യേകിച്ച് തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ കഴിയുന്നില്ല.
അപ്പോൾ മണ്ണെണ്ണ പെട്രോളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ശരീരത്തിന് പൊള്ളലുണ്ടാവും. നമ്മുടെ പുറത്ത് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അതേ രീതിയിൽ അതിൻ്റെ സോഫ്റ്റ് സ്കിന്നാണ്, സ്കിന്ന് നശിച്ചു പോയി ചത്തു പോവാം, അത് മരിച്ചു പോകും. അപ്പോൾ ആ ഒരു രീതി ചെയ്യാമെന്നല്ലാതെ ഇത് വരാതിരിക്കാൻ വേണ്ടി വീടും എല്ലാം നാശമായി കിടക്കുന്നു, പാമ്പ് വരാതിരിക്കാൻ വേണ്ടി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം മണ്ണെണ്ണ സ്പ്രേ ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടക്കുന്ന ഒരു സംഭവമല്ല. അല്ലെങ്കിൽ വെളുത്തുള്ളി എല്ലാ ദിവസവും നമുക്ക് വീടിന് ചുറ്റും ചതച്ചൊഴിക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു തെറ്റായ ധാരണയുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എനിക്കൊന്ന് 1-2 ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, കാരണം വേറെ നിവൃത്തിയില്ലാത്തിട്ട് പറഞ്ഞതാണ്. നിങ്ങൾ നമ്മൾ പറയുന്ന കുറച്ച് നിർദ്ദേശങ്ങൾ അനുസരിക്കൂ, കുഴപ്പമില്ല, വീടും ചുറ്റും വൃത്തിയാക്കിയിട്ട് പറയുന്നത് അതെല്ലാം ചെയ്തിട്ട് ഇനി മണ്ണെണ്ണ ഒഴിച്ചാൽ ചിലർക്ക് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ്, അത് ചെയ്താലേ അവർക്കൊരു സമാധാനം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചോളൂ, എന്നാലും പാമ്പ് വരരുത്, അതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അങ്ങനെ ഒരു സമാധാനം ഉണ്ടാവുന്നെങ്കിൽ ചെയ്തോളൂ, അല്ലാതെ അതിൽ ശാസ്ത്രീയമായിട്ടത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഈ കിടക്ക ഇപ്പൊ തലേണ അതിലൊക്കെ നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നോക്കണം, അതിലാണ് പ്രധാനമായിട്ട് കയറിയിരിക്കുക. അതെ, അത് തണുപ്പുള്ള സ്ഥലം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ മീൻസ് നമ്മൾ ഇപ്പോൾ വീടിനകത്ത് തലേണയിലായാലും മെത്തയിലായാലും അലമാരയുടെ അടിയിൽ നമ്മൾ എടുക്കുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിനകത്ത് നിന്ന്, ഫ്രിഡ്ജിനകത്ത്, വാഷിംഗ് മെഷീനകത്ത്, അലമാരയ്ക്കകത്ത്, അടുക്കളയിലാണെങ്കിൽ ഗ്യാസ് കുറ്റിയുടെ അടിയിൽ, റാക്കുകൾക്ക് ഉള്ളിൽ, അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു അത്യാവശ്യം ഒന്നുമില്ലെങ്കിൽ നമ്മുടെ AC ഉള്ള വീട് കാണും, ഫാനുള്ള വീട് കാണും, അല്ല പൊതുവേ നമ്മുടെ വീടിനുള്ളിൽ ഒരു ചെറിയൊരു തണുപ്പ് കാണും പല സാധനങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം. അപ്പോൾ പാമ്പ് കയറി വന്നാലും ഇതിങ്ങനെ നെടുനീളത്തിൽ കിടക്കുകയല്ല ചെയ്യുന്നത്, ഇത് ഏതെങ്കിലും ഒരു മൂലയിൽ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടിരിക്കും, അങ്ങനെ മാത്രമേ. അപ്പോൾ തലേണയുടെ അടിയിലൊക്കെ ഒന്ന് ചുരുണ്ടിരിക്കുക എന്നുള്ള ഒരു അത്രയും ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് തട്ടിക്കുടയുക, ഒന്ന് നോക്കുക, ചുവരിനോട് ചേർത്ത് ജനലുമായിട്ടൊക്കെ അടുത്ത് ഉള്ള സ്ഥലങ്ങളിൽ ചേർത്തിടാതിരിക്കുക, ജനലുകളും വാതിലുകളും ഒന്ന് അടച്ചിടുക. അത്തരത്തിലൊക്കെ നമുക്കത് ഒരു പരിധിവരെ നമുക്കത് ചെയ്യാം, നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മറ്റൊന്ന് ഈ ടൈൽസ് അങ്ങനെയുള്ള സ്ഥലത്ത് അതിന് എഴയാൻ ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അതെ, അങ്ങനെ പറയാറുണ്ട്. കാണുന്നുണ്ട്, സുഖമായിട്ട് എഴയും, ഇല്ല എഴയാൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അതിന്റെ ഒരു സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ അതൊരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. നമുക്ക് ടൈലും ഒരു സ്മൂത്താണ്, അപ്പോൾ അത് വിചാരിക്കുന്ന ഒരു ബാലൻസ് ചിലപ്പോൾ അതിന് കിട്ടൂല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത്യാവശ്യം ഗ്രിപ്പുള്ള എല്ലാ സ്ഥലത്തും കയറും, ചോര് വഴിയും മരത്തിൽ കൂടെയും എല്ലാം പാമ്പ് കയറുന്ന സ്ഥലമാണ്, അത്യാവശ്യം എല്ലായിടത്തും കയറും. പിന്നെ നമ്മൾ ഈ പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് പാമ്പിനും ആനയ്ക്കും ഒക്കെ ഒരു പകയുണ്ട്, അത് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും, വർഷങ്ങൾ കഴിഞ്ഞാൽ കടിക്കും. അത് ചുമ്മാതാന്ന് അറിയാം, പക്ഷെ അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നതാണ്. അതൊക്കെ ഒരു മിത്താണ് ശരിക്കും. നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ തന്നെ നമ്മൾ പാമ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവങ്ങളാണ്, നമ്മൾ ആരാധിക്കുന്നുണ്ട്. അത് ശരിക്കും ആരാധിക്കുന്നു എന്ന് പറയുന്നത് എന്തുവാണ്, ശരിക്കും പാമ്പുകൾ പണ്ട് മുതലേ നമ്മൾ കാവുകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പോൾ പാമ്പുകളിലെ ദൈവമായിട്ട് ആരാധിക്കുന്നതിലൂടെ നമ്മൾ അവരെ ഉപദ്രവിക്കുന്നില്ല, അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ആ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന അപ്പോൾ അവരെ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ കാവുകളുടെ സംരക്ഷണമാണ്, കാവുകളെ സംരക്ഷിക്കുന്നു. കാവുകളുടെ സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വനവും വന്യജീവികളും പ്രകൃതിയുടെയും സംരക്ഷണമാണ്. ശരിക്കും ആ ഒരു കൺസെപ്റ്റിലാണ് ശരിക്കും നാഗങ്ങളെ നമ്മൾ സംരക്ഷിച്ചു വരുന്നത്. അല്ലാതെ അങ്ങനെ പക വെച്ചിട്ട് പ്രവർത്തിക്കാനെന്നുള്ള ബുദ്ധിയൊന്നും പാമ്പിനില്ല. ഈ കേരളത്തിൽ പ്രധാനമായിട്ട് എത്ര തരം പാമ്പുകളാണ് ഉള്ളത്? നമുക്ക് കേരളത്തിൽ 100 മുതൽ 120ഓളം ഇനം പാമ്പുകളുണ്ട്. അതിൽ മനുഷ്യജീവന് ആപത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കടിച്ചു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന അങ്ങനത്തെ 5 പാമ്പ് മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നെന്ന് പറയുന്നത് കിങ് കോബ്ര, ഒഫിയോഫാഗസ് ഹന്ന എന്ന് പറയുന്ന നമ്മുടെ ഉരകങ്ങളുടെ രാജാവായ രാജവെമ്പാല. പിന്നെയുള്ളത് 4 പേര്. ബാക്കി 4 പേരെന്ന് പറയുമ്പോൾ സ്പെക്ടക്കിൾഡ് കോബ്ര, മൂർഖം പാമ്പ്, റസൽസ് വൈപ്പർ, നമ്മുടെ അണലി, സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയുന്ന ഈർച്ചവാളൻ ശൽക്ക അണലി, ചുരുട്ടമണ്ഡലി എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നെ ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ കോടാലിയിലെ കുഞ്ഞിനെ കടിച്ചു മരിച്ച കോമൺ ക്രൈറ്റ്, വെള്ളിക്കെട്ടൻ ശംഖുവരൻ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ 5 പേര് മാത്രമാണ് ഒരു മനുഷ്യന് അപകടം ഉണ്ടാക്കുന്ന പാമ്പുകൾ. അതിൽ കിങ് കോബ്ര വലിയ കുഴപ്പമില്ല, അധികം അങ്ങനെ പുറത്തിറങ്ങാറോ ബൈറ്റ് കേസ് തന്നെ നമുക്ക് ലോകത്ത് തന്നെ 4 മരണം കണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അതങ്ങനെ പുറത്തധികം വരാറില്ല, അങ്ങനെ ബൈറ്റ് ഉണ്ടാക്കാറില്ല എന്നുള്ളത്. ഈ ബാക്കി 4 പേര്, അതെ, മൂർഖൻ, ശംഖുവരയൻ, അണലി, ഇവര് 3ഉമാണ് ഏറ്റവും പ്രശ്നം. അതിൽ ചുരുട്ടമണ്ഡലി എന്ന് പറയുന്ന സോസ്കെയിൽഡ് വൈപ്പർ അതുപോലെ ഹൈലി വെനമസ് ആണ്. സോസ്കെയിൽഡ് വൈപ്പർ പക്ഷെ നമുക്ക് അധികം ഇവിടെ അങ്ങനെ കാണാത്ത ഒരു പാമ്പാണ്. അപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ 3 പേരുമാണ്. അപ്പോൾ ഇവർ 4 പേരുമാണ് ബിഗ് 4 എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വന്നേക്കുന്നത്. കാരണം ഇവർ 4 പേര് കടിച്ചാലും നമ്മൾ പോളിവാലന്റ് ആന്റിവെനമാണ് കൊടുക്കുന്നത്. ഇവർ 4 പേർക്കും ഒരു ആന്റിവെനം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവർ 4 പേര് കടിച്ചാലും പിന്നെ ഇത് പാമ്പ് ഏതാണ് എന്ന്, വെനമസ് ആണെങ്കിൽ നമ്മൾ പാമ്പ് ഏതാണ് എന്ന് വേറെ നോക്കേണ്ട കാര്യമില്ല. ഇവർ 4 പേർക്കും ഒരു സാധനം തന്നെയാണ് നമ്മൾ ആന്റിവെനമായിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഈ 5 പേരാണ് ശരിക്കും നമുക്ക് കേരളത്തിലുള്ളതിൽ പ്രശ്നക്കാരായിട്ടുള്ള അല്ലെങ്കിൽ വെനമസ് ആയിട്ടുള്ള സ്നേക്സ് എന്ന് പറയുന്നത്. അതിൽ ഈ അണലിയൊക്കെ കടിച്ചാൽ നമുക്കത് കുറേ കാലങ്ങളോളം അതിന്റെ നമ്മുടെ കോബ്രയും കോമൺ ക്രേറ്റും ന്യൂറോടോക്സിക് ആണ്. അണലി എന്ന് പറയുന്നത് ഹീമോടോക്സിക്കാണ്, രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കും. മറ്റേതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നെർവസ് സിസ്റ്റത്തേക്ക് ബാധിച്ച് തലച്ചോറിനെ ബാധിച്ചിട്ട് പ്രശ്നം വരികയാണ് ചെയ്യുന്നത്. അതിൽ പ്രത്യേകത എന്ന് പറയുമ്പോൾ കോബ്ര പെട്ടെന്ന് അങ്ങനെ ഒരു ബൈറ്റ് ഉണ്ടാക്കുന്ന പാമ്പല്ല കോബ്ര. പക്ഷേ അതിൻ്റെ ശരീരം വേദനിക്കുകയോ അതിനെ അറിയാതെ ചവിട്ടുകയോ അങ്ങനെയാണ് കൂടുതലും അത് ബൈറ്റ് ഉണ്ടാക്കുന്നത്. പക്ഷെ അണലി അങ്ങനെയല്ല, കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പോൾ അടുത്തൂടെ പോയി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നടക്കുകയോ അങ്ങനെ ചെയ്ത് ഇത് കിടക്കുന്നത് കാണാതെ നമ്മൾ അടുത്തുനിന്ന് അനങ്ങുകയൊക്കെ ചെയ്യുവാണെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് ചാടി വേണമെങ്കിൽ ഒരു ബൈറ്റ് ഉണ്ടാക്കാം. അങ്ങനെ ഒരു പാമ്പ്. പിന്നെ നമ്മുടെ ക്രൈറ്റ് എന്ന് പറയുന്നത് നൊക്ടേണല. ഇത് പകല് വളരെ സൈലന്റ് ആയിരിക്കും, രാത്രി മാത്രമേ ഇത് ഇറങ്ങുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത ഒരു പല്ല് വളരെ കുഞ്ഞാണ്, ചെറിയ പല്ലാണ്. പാമ്പും അത്ര ഭയങ്കര സൈസ് വയ്ക്കുന്ന പാമ്പല്ല, ഒരു ചെറിയ ചേരയുടെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല എണ്ണക്കറുപ്പ് നിറത്തിൽ ഡബിൾ ലൈൻസ് കറുത്ത വെള്ള വരകളുള്ള പാമ്പാണ്. പിന്നെ തല വളരെ ചെറുതാണ്, ഒരു ഓവൽ ഷേപ്പിൽ കുഞ്ഞു തലയുള്ള പാമ്പ്. അതുകൊണ്ട് തന്നെ പല്ല് വളരെ കുഞ്ഞു പല്ലാണ്. അപ്പോൾ ഇത് ബൈറ്റ് ചെയ്താൽ അറിയാൻ പറ്റൂല, വേദന ഉണ്ടാവില്ല, കടിക്ക് വേദന ഉണ്ടാവില്ല, ആ ഭാഗത്ത് നീരോ മറ്റ് നമുക്ക് ബോഡി ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നത് വളരെ കുറവാണ്. അതും ആ കുഞ്ഞിനെ ഇതിൽ പലതും ഇങ്ങനെ ഉറക്കത്തിൽ ബൈറ്റ് ഉണ്ടായി ഉറക്കത്തിൽ തന്നെ അങ്ങ് മരിച്ചു പോകും. അതെ, അങ്ങനെ സംഭവിക്കുന്നത് ഈ ക്രൈറ്റിൻ്റെതാണ്. പക്ഷേ ഈ മൂർഖനും അണലിയും ഒക്കെ ആണെങ്കിൽ കടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വേദനയുണ്ടാവും, കുറേ ലക്ഷണങ്ങളുണ്ടാവും. അതായത് ബൈറ്റ് മാർക്ക് ഉണ്ടാവും, ആ ഭാഗം നീര് വയ്ക്കും, ഒരു കളറ്, അതെ നീല കളറോ പച്ച കളറോ കറുത്ത രക്ത കളർ ചുവപ്പ് കളറൊക്കെ ഉണ്ടാവും. പിന്നെ അത് കഴിയുമ്പോൾ നമ്മുടെ ഈ കൺപോളകൾ ഇങ്ങനെ തുറന്നു വയ്ക്കാൻ പറ്റില്ല, നമുക്കിങ്ങനെ അടഞ്ഞു പോകുന്നത് പോലെ തോന്നും, ഇങ്ങനെ താഴ്ന്നു പോകുന്നത് പോലെ തോന്നും. ശ്വാസതടസ്സം ഉണ്ടാവും, റെസ്പിറേറ്ററി ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് സംസാരിക്കണമെന്ന് തോന്നും, പക്ഷെ നമ്മുടെ ഈ മസിലുകളൊക്കെ വരിഞ്ഞു മുറുകി നമുക്ക് സംസാരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഈ വോമിറ്റിംഗ് ടെൻഡൻസി, ഛർദ്ദിക്കണം എന്ന് തോന്നും. അത് കഴിയുമ്പോൾ ശരിക്കും അത്രയും സ്റ്റേജൊക്കെ കഴിയുമ്പോൾ നമ്മളങ്ങ് അൺകോൺഷ്യസ് ആവുകയാണ് ചെയ്യുന്നത്. ആ ചെറിയ കീഴിൽ ആ കുഞ്ഞു മരിച്ചത്, ആ കുഞ്ഞ് ഇതുപോലെയാണ്, ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത്രയും ലക്ഷണങ്ങൾ ആ കുട്ടി പറയുന്നുണ്ട്. ഈ ലക്ഷണങ്ങളെല്ലാം കൊച്ചു പറഞ്ഞു. അതിൻ്റെ അച്ഛൻ പറഞ്ഞതാണ്, ഞാൻ വീഡിയോ കണ്ടതാണ്. സംസാരിക്കാൻ പറ്റുന്ന, അതിന് സംസാരിക്കണം എന്ന് തോന്നും, പക്ഷേ സൗണ്ട് പുറത്തേക്ക് വരില്ല. അതിന് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നത് പറയുന്നുണ്ട്, ശ്വാസതടസ്സം ഉണ്ടാവുകയാണ്. പിന്നെ വിഷൻ ബ്ലേഡ് ആവുന്നുണ്ട്, അതിന് ഇങ്ങനെ ഒന്ന് തന്നെ രണ്ടായിട്ട് കാണുന്നുണ്ടെന്നത് പറയുന്നുണ്ട്. വൊമിറ്റ് ചെയ്യണം, ഛർദ്ദിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത്രയും ആ കൊച്ചു കാണിച്ചു, അത്രയും ചെയ്യുകയും ചെയ്തു, അവസാനം വൊമിറ്റ് വരെ ചെയ്തു. പക്ഷേ ഇതിനുള്ളിൽ ആൻറ്റിവെനം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. അതെ, ഈ നമ്മളിപ്പം ഈ ഇരുതലമൂരി, ചേര ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ ചേര എങ്ങനെ കടിക്കാറില്ല അല്ലേ? ചേര കടിക്കും. ചേര പട്ടി കടിക്കും പോലെ കടിക്കും. നമുക്ക് ശരിക്കും റെസ്ക്യൂ ചെയ്യാൻ ഭയങ്കര റിസ്ക് ചേരയാണ്. ഭയങ്കര വെപ്രാളായത്, ഭയങ്കര ബഹളം കാണിക്കുന്ന ഒരു പാമ്പാണ്. പക്ഷെ അതിനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല എന്നുള്ളത്. ചുറ്റും അത് ഈ നമ്മുടെ നോൺ വെനമസ് ആയിട്ടുള്ള പാമ്പുകൾക്കെല്ലാം കായികമായിട്ട് ബലം കൂടുതലാണ്. അവർക്ക് ഫുഡ് അവരെടുക്കുന്നത് എങ്ങനെയാണ്, ഒരു ജീവിയെ കടിച്ചിട്ട് ചുറ്റി, ഇപ്പോൾ പൈത്തൺ, ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്നത്, നമ്മുടെ മലമ്പാമ്പ് എന്ന് പറയുന്നത് ഇരയുടെ തലയിൽ പിടിച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചുറ്റുക എന്നുള്ളത്. അതിനെ ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം തല മുതൽ പതുക്കെ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ നോൺ വെനമസ് ആയിട്ടുള്ള സ്നേക്സിനെല്ലാം കായികമായി കുറച്ച് ബലം കൂടുതലാണ്. അപ്പൊ ചേരയും നമ്മൾ ചുറ്റുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റ് ആയിട്ടാണ് ചുറ്റി വയ്ക്കുന്നത്. അതെ, ഭയങ്കര നല്ലവണ്ണം ചുറ്റും. അത് ചുറ്റി ഇങ്ങനെ ഒരു കെട്ട് വെച്ച് മുറുക്കുന്നത് പോലെ അത് ചുറ്റും. പക്ഷേ പോയിസണസ് സ്നേക്സിന് അതിന്റെ ആവശ്യമില്ല. വെനമസ് സ്നേക്സിന് അങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല, കാരണം അതിലും വലിയ സാധനം അതിൻ്റെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ചേര പോലെയുള്ള പാമ്പുകൾ ചുറ്റുന്നത്. പിന്നെ ഈ വാഹനം കയറി ഇറങ്ങിയാൽ പിന്നെ ഇത് ഇല്ല, അത് അതിൻ്റെ നമുക്ക് അതിൻ്റെ എല്ലെന്ന് പറയുന്നത് നട്ടെല്ല് മാത്രമാണുള്ള കശേരുക്കൾ. അതിങ്ങനെ ലോക്ക് ചെയ്ത് അതിൻ്റെ തല മുതൽ വാല് വരെ ഇങ്ങനെ പോയിക്കൊള്ളു. അപ്പോൾ സ്കിന്ന് വളരെ സോഫ്റ്റ് സ്കിന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഈ നട്ടെല്ലെന്ന് പറയുന്നത് അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര നമ്മുടേത് പോലെ അത്രയും വലിയ ഹാർഡായിട്ടുള്ളതൊന്നും അല്ല. നമ്മളൊന്ന് പിടിച്ചൊന്ന് ഒരു ഇങ്ങനെ ഒരു ഏറ്റിയാൽ അത് വിട്ടുപോകും. വണ്ടി കയറി ഇറങ്ങിയാലും പിന്നെ ഇതിന് മൂവ്മെൻറ്റ്സ് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ചത്തുപോകും. അപ്പോൾ ഈ പാമ്പിനെ ഈ പരിക്കേറ്റതിനെയൊക്കെ പരിചരിക്കാൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. നമ്മൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് വെറ്റിനറി ഡോക്ടറുണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ ഓഫീസിൽ തന്നെ നമുക്ക് സർക്കാരിൽ നിന്ന് തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഇവർക്ക് മരുന്ന് വാങ്ങാനുള്ളതും അവരെ ശുശ്രൂഷിക്കുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സും എല്ലാ സാധനങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ RRTയിലാണ്, റാപ്പിഡ് റെസ്പോൺസ് ടീമിലാണ്.
അപ്പോൾ ആറാട്ടുകളെല്ലാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ആറാട്ടുകളെ എല്ലാം വളരെ നല്ല രീതിയിൽ ഇപ്പോൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പരിക്ക് പറ്റിയൊക്കെ വരുന്ന മൃഗങ്ങളെയൊക്കെ നമുക്ക് തന്നെ ശുശ്രൂഷിച്ച് അതിനെ തിരിച്ച് വനത്തിൽ റിലീസ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട്. അതെ അതെ. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ഒരു തലമുറ പാമ്പ് എന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഈ ന്യൂജൻ പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കണ്ടതിന് ശേഷം വളരെ ലഘുവായിട്ട് പിടിക്കുന്ന ഒരു അത് വലിയ അപകടമല്ലേ? അത് ശരിക്കും അപകടമാണ്. ഇപ്പോൾ കുറേ ഈ എക്സിൻ്റെ സ്പീഷീസ് കുറേ വന്നിട്ടുണ്ടല്ലോ, നമ്മുടെ ബോൾ പൈത്തൺ പോലെയുള്ള പല കളേഴ്സും. പക്ഷേ ഞാനിതുവരെ ഒന്നിനെപ്പോലെ ഞാൻ തൊട്ടിട്ടില്ല. എനിക്ക് അതിനോടെന്തോ എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടുണ്ട് പോയി, പക്ഷേ തൊട്ടിട്ടില്ല. അത് ശരിക്കും കുറച്ച് അപകടമാണ്. കാരണം നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ഒരു സാധനമല്ല പാമ്പ്. അത് നമ്മൾ പെറ്റിൻ്റെ ഗണത്തിൽ വരുന്ന ഒരു സാധനമല്ല. ഇവരെല്ലാം വന്യജീവികളാണ്. നമ്മൾ ഏത് വന്യജീവി ആയാലും നമ്മൾ മനുഷ്യരൊരു സ്നേഹം കൊടുക്കുകയാണെങ്കിൽ അവർ അതിനേക്കാളും ഭംഗിയായിട്ട് നമ്മളെ സ്നേഹിക്കും. അത് ഈവൻ ആനയായാലും ശരി, കടുവയായാലും സിംഹമായാലും പാമ്പായാലും ഏതായാലും അവർ നമ്മളെ തിരിച്ച് അതുപോലെ സ്നേഹിക്കും. ഇപ്പോൾ കുരങ്ങായാലും, ഞാനൊരു കുരങ്ങിനെയൊക്കെ എനിക്കൊന്നു 1 വർഷത്തിൽ കൂടുതൽ കുഞ്ഞായിരുന്നപ്പം മുതൽ ഭയങ്കര സ്നേഹമാണ്. ഭയങ്കര സ്നേഹം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും ആലോചിച്ചാൽ അത് സങ്കടം വരും. അത്രയും സ്നേഹമാണ്. അവർ അങ്ങനെ സ്നേഹിക്കും. പക്ഷെ എങ്കിലും ഇവരുടെ ഉള്ളിൽ ഒരു വൈൽഡ് നേച്ചർ എന്തായാലും ഉണ്ടാവും. അത് എപ്പോഴേലും ഒരു അവസരം വരുമ്പോൾ അവർക്ക് എന്ത് വേണം? ഫുഡ്, ഷെൽട്ടർ, ഇതൊക്കെയാണ് വേണ്ടത്, അല്ലാതെ വേറെ ഒന്നും വേണ്ട അവർക്ക്. അപ്പോൾ ഇതിലെന്തേലും ചിലപ്പോൾ കുറവ് വരുമ്പോഴായിരിക്കും എന്ത് ചെയ്യും ഇവർ തിരിച്ചത് അവരുടെ വന്യ സ്വഭാവം അവർ തിരിച്ച് കാണിക്കും. അപ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് റിസ്ക് എടുത്ത് ഇതുപോലെയുള്ള സാധനം? അപ്പോൾ പിള്ളേർക്ക് തന്നെ. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട്, ഒരു പെൺകുട്ടി കുറേ പാമ്പുകളെ എടുത്ത് വെച്ച് കുളിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും അത് അങ്ങനെ അതെ വേണ്ട, നമുക്കതിൻ്റെ ആവശ്യമില്ല. പാമ്പിനെ നമ്മളിപ്പോൾ വീട്ടിൽ ഇണയായിട്ട് വളർത്തുന്നവർ, പൂച്ച, പട്ടി ഇതുപോലെയുള്ള സാധനങ്ങൾ നമ്മൾ പെറ്റായിട്ട് പണ്ട് മുതലേ നമ്മൾ വളർത്തി വരുന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ കിളികൾ വളർത്തുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ ഇതുപോലെയുള്ള സാധനങ്ങളുണ്ട്. ആ പിള്ളേർക്ക് ആ പേടിയാണ് മാറിപ്പോവും. ഇപ്പോൾ ഈവൻ അല്ലാത്തൊരു പാമ്പ് ചിലപ്പോൾ മുറ്റത്ത് കണ്ടാലും ഇതിനെ ദിവസവും പിടിക്കുന്നതുകൊണ്ട് അവർക്ക് അതിനോടൊരു ഇത് കാണൂല. അവർ ചിലപ്പോൾ വേണമെങ്കിൽ അതിനെ എടുത്ത് പിടിക്കുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പം അത്തരം രീതികൾ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. ഈ പണ്ട് കാലത്ത് ഈ പാമ്പാട്ടികൾ ഈ പാമ്പിനെ കൊണ്ട് വരുമ്പോൾ പറഞ്ഞു വിഷം എടുത്തിട്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുമോ? അതെ, പാമ്പാട്ടികൾ ചെയ്യുന്നത് ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട്. എന്തുവാണ്, നമ്മുടെ 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് പാമ്പുകൾ ഷെഡ്യൂൾ 1-ലും 2-ലും പെടുന്ന വന്യജീവികളാണ്. അപ്പോൾ അവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാമ്പാട്ടികൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഇല്ല, നിലവിൽ അങ്ങനെ ചെയ്യുന്നില്ല. പണ്ടുണ്ടായിരുന്നവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മൂർഖൻ പാമ്പിനെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പത്തിയുള്ളത് മൂർഖനും രാജവെമ്പാലയ്ക്കുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി അതിനാണല്ലോ അവരെ ആകർഷിക്കുക എന്നുള്ളതാണല്ലോ, അല്ലാതെ അണലിയൊന്നും വെച്ചിട്ട് ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ രാജവെമ്പാല എന്തായാലും അവരെ കൂടക്കകത്ത് വെക്കാൻ പറ്റില്ല, അത്രയും വലിയ പാമ്പാണ്. അപ്പോൾ അവർ സെലക്ട് ചെയ്യുന്നത് മൂർഖൻ പാമ്പിനെയാണ്. അതിൻ്റെ ഒരു ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൂർഖൻ പാമ്പിനെ പിടിച്ചിട്ട് അവരുടെ ഈ വെനം സാക്ക്, 2 വെനം സാക്കായി ഈ മൂക്കിൻ്റെ ഭാഗത്തായിട്ട് അതിൽ പല്ലുണ്ടാവും, വിഷപ്പല്ല് 2 അപ്പോൾ ഈ പല്ല് സാക്ക് ഉൾപ്പെടെ അവർ പറിച്ച് കളയും. ഇവർ പറിച്ച് കളഞ്ഞിട്ടാണ് ഈ പാമ്പിനെ അവർ ബാഗിനുള്ളിലാക്കി വെക്കുന്നത്. എന്നിട്ട് ഇവർ എന്തുവാണ് കൊണ്ടുവന്ന് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ കൂട് തുറക്കുമ്പോൾ പാമ്പ് സ്വാഭാവികമായും അത് പത്തിയെടുത്ത് നിൽക്കും. എന്നിട്ട് പിന്നെ അവർ ചെയ്യുന്നത് ഈ മകുടി വെച്ചിട്ട് ഊതുക എന്നുള്ളതാണ്. അപ്പോൾ മകുടി അവരിങ്ങനെ ഒരു ഇതായിട്ടല്ല വെക്കുന്നത്, അവർ കറക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പാമ്പ് അതിന്റെ മൂവ്മെന്റ്സ് ചെയ്യും. കാരണം ഇവർക്ക് വിഷൻ ബ്ലേർഡാണ്, ക്ലിയർ വിഷൻ ഇല്ല. അപ്പോൾ അവരുടെ മുന്നിൽ എന്തോ ഒരു സാധനം അനങ്ങുന്നുണ്ട്, ആ അനങ്ങുന്നതിനനുസരിച്ചാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അപ്പോൾ അത് ഒരു ഡാൻസ് കളിക്കുന്ന പോലെ തോന്നുന്നു. അതൊരു ഭംഗി, അതിനാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഈ പാമ്പ് എന്താണ്, ഒരു 10 ദിവസം വരെയൊക്കെ മാക്സിമം ജീവിച്ചിരിക്കുള്ളൂ. അത് കഴിയുമ്പോൾ കാരണം ഫുഡ് എടുക്കാൻ പറ്റൂല, ഇത് വെനം സാധനം എല്ലാം എടുത്ത് കളഞ്ഞില്ലേ. അപ്പോൾ അല്ലാതെ ഇത് അത് എടുത്തിട്ടില്ല, അങ്ങനെയല്ലേ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ അല്ലാതെ നമുക്കതിനെ ഇങ്ങനെ ഫീഡ് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു 10 ദിവസം കഴിയുമ്പോൾ അത് മരിച്ചു പോകും. അങ്ങനെയാണ് ശരിക്കും പാമ്പാട്ടികൾ ചെയ്യുന്നത്. അതെ അതെ. മറ്റൊന്ന് ഈ മലമ്പാമ്പ്, അത് ഈ മനുഷ്യനെ ഉൾപ്പെടെ വിഴുങ്ങാനുള്ള ശേഷിയുള്ള മലമ്പാമ്പുണ്ട്. അത് പണ്ട് നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ കയ്യിലൊരു ബ്ലേഡ് ഉണ്ടെങ്കിൽ അത് വിഴുങ്ങിയ ശേഷം പിന്നെ കുറേ ദിവസം വെറുതെ കിടക്കും, അതിനുശേഷം ഇറങ്ങി രക്ഷപ്പെടാമെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അത് തെറ്റാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ റോക്ക് പൈത്തൺ എന്ന് പറയുന്ന മലമ്പാമ്പ് മനുഷ്യരെ ഉപദ്രവിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു കേസ് ഇതുവരെയും വന്നിട്ടില്ല. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളത് ഇന്ത്യൻ റോക്ക് പൈത്തണാണ്, സാധാരണ പെരുമ്പാമ്പെന്ന് പറയുന്നത്. അത് അത്യാവശ്യം പിന്നെ എലിയോ പെരിച്ചാഴി, മുയൽ, തെരുവ് നായ്ക്കളുണ്ടെങ്കിൽ അത്, പിന്നെ പൂച്ച, കോഴിയാണ് കൂടുതൽ, കോഴി, താറാവ്, പന്നി ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അത് വിഴുങ്ങുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ വെനമസ് ആണ്. ഇതിൻ്റെ വാക്കൊക്കെ നിറച്ചു പല്ല. ഇത് പെരുമ്പാമ്പോ അങ്ങനെയാണ്, കടിച്ചാൽ പട്ടി കടിക്കുന്ന പോലെ അവിടെ ഇങ്ങനെ കീറി ഇങ്ങനെ എടുക്കേണ്ടി വരും, അങ്ങനെ ഇത് വരുള്ളൂ.
1.5 വരെ പല്ലുണ്ട്. പല്ലുണ്ട്. അപ്പോൾ ഇത് വിഴുങ്ങുന്നത് ഒരു ഇരയെ കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ സൈലൻ്റായി കിടന്നിട്ട് ഇത് അതിൻ്റെ തലയിലാണ് പിടിക്കുന്നത്. തലയിൽ ചാടി പിടിച്ച് ചുറ്റും, എന്നിട്ട് ബാക്കി ബോഡി മുഴുവൻ ഇത് ചുറ്റി ശ്വാസം മുട്ടിച്ച് കൊല്ലും. കൊന്നതിന് ശേഷം മാത്രമാണ് ഇത് വിഴുങ്ങുന്നത്. അപ്പോൾ നമ്മൾ ബ്ലൈഡ് വെച്ച് കയറി എടുത്താൽ എന്ത് ചെയ്യൂല, ആളിനെ അങ്ങനെ കിട്ടത്തില്ല. അതെന്തായാലും ഏത് ജീവിയായാലും അത് ചുറ്റിയിട്ട് ഒരു 10 മിനിറ്റ് വരെ അത് അങ്ങനെ തന്നെ അങ്ങ് കിടക്കും, അനങ്ങൂല. പിന്നെ അതിനുശേഷം ഇത് മരിച്ചു എന്ന് ഉറപ്പായതിന് ശേഷം മാത്രമാണ് ഇത് തല മുതൽ അതിൻ്റെ ഓരോ പാർട്ടായിട്ട് അത് അങ്ങനെയാണത് വിഴുങ്ങുന്നത്. ഇങ്ങനെ അതിൻ്റെ പല്ലിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, ഈ വാള് പോലെ ആയിരിക്കുന്നത്. ഇങ്ങനെ ഒരു പിടി പിടിച്ചിട്ട് ഇങ്ങനെ അള്ളി ഇങ്ങനെ അകത്തോട്ട് കയറ്റുന്ന ഒരു രീതിയിലുള്ള സ്ട്രക്ചറാണ് പല്ലിന്. അപ്പം അങ്ങനെ ഓരോ പാർട്ടായിട്ട് ഇത് ഫുള്ള് വിഴുങ്ങിയിട്ട് ഇത് എന്തെങ്കിലും മരത്തിൻ്റെയോ വേരിൻ്റെയോ ഒക്കെ ഇടയിലൂടെയൊക്കെ പോകുമ്പോഴാണ് ഇതൊന്ന് ഡൈജസ്റ്റ് ആവാൻ വേണ്ടി എല്ലൊക്കെ ഒന്ന് പൊടിഞ്ഞൊക്കെ പോകുന്നത്. പിന്നെ കുറച്ച് ദിവസത്തേക്ക് പിന്നെ അത് വേറെ ഫുഡ് എടുക്കാനായിട്ട് വരില്ല, കുറച്ച് ദിവസം അങ്ങനെ തന്നെ കിടക്കും, എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് കിടക്കും. എന്നിട്ട് അതിന് ശേഷം അത് ഡൈജസ്റ്റ് ആയി നല്ല ഇതായതിനു ശേഷം മാത്രമേ അടുത്ത് ഇരയെ അത് പിടിക്കുകയുള്ളൂ. അതെ, അതിന് മുമ്പൊന്നും അതിൻ്റെ മുമ്പ് കൂടെ പോയാലും ഒന്നും ചെയ്യൂല. അത് വന്യജീവികളെല്ലാം അങ്ങനെയാണ്, അവരൊക്കെ ഫുഡാണ് ആവശ്യം. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടുവയായാലും അതിൻ്റെ ആഹാരം കിട്ടി മിണ്ടാതെ കിടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ കൂടെ പോയെന്ന് വെച്ചിട്ട് നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. പിന്നെ വീട്ടിലെങ്ങനെ ഇത് ഈ ഒരു ജോലി ആയതുകൊണ്ട് ഹസ്ബൻഡും മക്കളും ഒക്കെ അങ്ങനെ സപ്പോർട്ട്? വീട്ടിലെ കുഴപ്പമൊന്നുമില്ല. പേടിയില്ലേ അവർക്ക്? ഹസ്ബൻഡിന് പേടിയാണ്, പിള്ളേർക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ പോകുന്നത് ഇപ്പം ഞാൻ രാത്രിയും പകലും എല്ലാം പോകുന്നതാണ്. രാത്രിയൊക്കെ ഒരുപാട് കോള് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ പോകാറുണ്ട്. ചിലപ്പോൾ പിള്ളേർ ആരെങ്കിലും കൂടെ വരും, എൻ്റെ കൂടെ വരും. ഇപ്പോഴൊക്കെ ചോദിക്കും വേറെ ആരും ഇല്ലേ പോണേന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ല അങ്ങനെ പോകണ്ടെന്നൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇതൊരു ഒരു ത്രില്ല് പോലെയാണ് ശരിക്കും അല്ലേ? ഇഷ്ടമാണ് എനിക്ക്. മനുഷ്യരെക്കാൾ കൂടുതൽ വന്യമൃഗങ്ങളോടാണ് ഇഷ്ടം. പിന്നെ പാമ്പിനോട് ഇപ്പോൾ അത് അങ്ങനെ ചെയ്ത് ശരിക്കും അതിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ വിചാരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു വന്യജീവികൾ എല്ലാം ഉണ്ടെങ്കിലും മനുഷ്യർക്ക് 95% പേർക്കും പേടിയുള്ളത് പാമ്പിനെയാണ്. ബാക്കി ഇപ്പോൾ സിംഹത്തിനെ പേടിയില്ലാത്തവർക്കും പാമ്പിനെ പേടിയാണ്. അപ്പോൾ അത് നമ്മളെ ഒരു ആവശ്യത്തിന് ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് പെട്ടെന്ന് അവർ കണ്ടു പേടിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ നമ്മളെ വിളിക്കുന്നത്. അപ്പോൾ പിന്നെ രാത്രിയാണ് എനിക്ക് ഉറങ്ങണം എന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. എനിക്കൊരിക്കലും അങ്ങനെ ഇതുവരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഉറങ്ങിയിട്ട് ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കൂടുതൽ ഉറങ്ങിയിട്ട് കുറേ ആയിട്ടുണ്ട്. ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നിറയെ പ്രോഗ്രാം, കാരണം സ്കൂളുകളിൽ, കോളേജിൽ, പഞ്ചായത്തുകളിലൊക്കെ ഒരുപാട് ക്ലാസ് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അതെ, കൂടുതലായപ്പോൾ എല്ലാവരും അവയർനെസ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനിന്ന് മുമ്പേ നമ്മളിത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം രൂക്ഷമായപ്പോഴാണ് എല്ലാവർക്കും വീണ്ടും ഒരു പേടി ഇങ്ങനെ വന്നു തുടങ്ങിയത്. കാരണം ഈ സാധനം എല്ലാവരും വീട്ടിൻ്റെ ചുറ്റിലും ഉണ്ട്. അതെ, അതുകൊണ്ട് ആ ഒരു പേടി എല്ലാവർക്കും ഉണ്ട്. മരണമൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഭയങ്കര പേടിയാണ്. അതെ. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, ഈ മയക്കുമരുന്നിൻ്റെയൊക്കെ അമിത ഉപയോഗം വരുമ്പോൾ അത് തികയാതെ വരുമ്പോൾ ഈ പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളത് അതിനെക്കുറിച്ച്? മയക്കുമരുന്ന് ഉപയോഗിച്ച് ഉടനെ ഒന്നും മരിച്ചില്ല, പാമ്പിനെ വെച്ച് കടിപ്പിച്ച് അപ്പം തന്നെ തട്ടി പോകൂല, പിന്നല്ലേ ഉറപ്പായിട്ടും. അങ്ങനെയൊക്കെ ഉള്ള അത് ഇങ്ങനെ ഒരുപാട് നമ്മള് എന്താണ് പാമ്പിന്റെ വെനം ഉപയോഗിച്ച് ഡ്രഗ്സ് പോലെയുള്ള മരുന്നുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതെ, പക്ഷെ നമ്മൾ അത്തരത്തിൽ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ഒരിടത്തുനിന്നും അങ്ങനെ എടുക്കുന്നതായിട്ട് എനിക്ക് എല്ലായിടത്തും അറിയില്ല. ഇപ്പം മദ്രാസിലോം കണ്ടെയാണ് ആന്റിവെനം തന്നെ ഉണ്ടാക്കുന്നത്. എങ്ങനെ എടുക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ? എങ്ങനെ അല്ല, നമുക്ക് പാമ്പിന്റെ വെനം എടുക്കുന്നത് പൂജപ്പുര ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പൂജപ്പുര ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട്, അവിടെ ഒരു മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ള, അവിടെ ആയുർവേദ ഹോസ്പിറ്റലിൽ കൂടി ചേർന്നിട്ട് വരുന്നുണ്ട്. അവിടെ പക്ഷേ പാമ്പിന്റെ വെനം കളക്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അത് ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിങ്ങനെ ടെസ്റ്റ് ട്യൂബിൽ വെച്ചിട്ട് തല അമർത്തി അതിലിങ്ങനെ കടിപ്പിക്കുമ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഈ സാക്കിൽ നിന്ന് ഒരു ട്യൂബ്, ഈ പല്ലിനകത്തൊരു ട്യൂബ് ഉണ്ട്, അതുവഴിയാ വെനം വരുന്നത്. അപ്പം അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചാണ്, ആ പാമ്പ് അത് പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് ആ പല്ല് വഴി വെനം വരുവാണ് ചെയ്യുന്നത്. ഈ വാഴപ്പിണ്ടിയിലൊക്കെ ഇതുപോലെ കടിപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പല ഈ പാമ്പിനെ കുറിച്ചുള്ള ശരിക്കും അങ്ങനെ ടെസ്റ്റ് ട്യൂബിലാണ് എടുക്കുന്നത്. ഞാനും ഒക്കെ ഇതെല്ലാം നമ്മൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തൊക്കെ നോക്കിയൊക്കെ, പിന്നെ നമുക്ക് ഇത് ചെയ്യുന്നവരൊക്കെ പറഞ്ഞു തരുന്ന അറിവുകളുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണത്. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ കുറച്ച് സമയത്തിനുള്ളിൽ അറിയാൻ കഴിഞ്ഞു. ഏതായാലും ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ റോഷ്നിയാണ് ഇത്രയും സമയം സംബന്ധിച്ച് വളരെ നന്ദി. താങ്ക് യു സർ.